ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. സോ ഇന്നത്തെ വീഡിയോയിൽ റീസണിങ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ് RRB POയ്ക്കും ക്ലർക്കിനും വരുന്നത്, എങ്ങനെ 40 ഔട്ട് ഓഫ് 40 സ്കോർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എനിക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ഞാൻ ഡെയിലി PDFസും അതുപോലെയുള്ള ഫ്രീ കണ്ടൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ടെലിഗ്രാം ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾക്കറിയാം RRB POയ്ക്കും ക്ലർക്കിനും പ്രിലിംസ് ലെവലിൽ 2 സബ്ജക്ട്സ് ആണ് വരുന്നത്, ക്വാണ്ട്സും റീസണിങ്ങും. ക്വാണ്ട്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അരിത്മെറ്റിക് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഞാൻ മുൻപത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. ഓക്കെ, അപ്പോൾ റീസണിങ് ഒട്ടുമിക്ക ആൾക്കാരുടെയും സ്ട്രോങ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും റീസണിങ്. അതിൽ തന്നെ എങ്ങനെ 40 ഓഫ് 40 സ്കോർ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, മെയിനായിട്ടും നമ്മൾക്ക് റീസണിങ്ങിനെ 2 സെക്ഷൻസ് ആയിട്ടാണ് തിരിക്കാൻ പറ്റുന്നത്. പസിൽസ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഒരു സെക്ഷനും, അതുപോലെ തന്നെ മിസലേനിയസ് ടോപ്പിക്സ് വേറൊരു സെക്ഷനും. അതിൽ പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റുമാണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്ക്. ബാക്കി വരുന്നതാണ് മിസലേനിയസിൽ വരുന്നതാണ് സിലോജിസം, ബ്ലഡ് റിലേഷൻ, ഇനീക്വാളിറ്റി, കോഡിംഗ്, ഡീകോഡിംഗ്, ഇതൊക്കെ മിസലേനിയസിൽ വരുന്നതാണ്. പസിൽസിലാണ് പസിൽസിലും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലുമാണ് സർക്കുലർ സീറ്റിംഗ്, സ്ക്വയർ ബേസ്ഡ് അറേഞ്ച്മെൻറ്റ്, ഫ്ലോർ ഫ്ലാറ്റ് ബേസ് ചെയ്തിട്ടുള്ള പസിൽസ്, അതൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം റീസണിങ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, റീസണിങ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ മിസലേനിയസ് ടോപ്പിക്സ് ആയിട്ടുള്ള സിലോജിസം, ഏറ്റവും ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. മിസലേനിയസ് ടോപ്പിക്സ് ആയിട്ടുള്ള സിലോജിസം ഫസ്റ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് നോക്കും. എന്നിട്ട് സിലോജിസംസ് ഉണ്ടോ എന്ന് നോക്കും. സിലോജിസംസ് ഇല്ല എങ്കിൽ നെക്സ്റ്റ് പോകുന്നത് ഏറ്റവും ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ചെയ്യാൻ കുറവ് പോസിബിലിറ്റീസ് വെച്ചിട്ട് പസിൽസ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, പസിൽസ് അല്ലെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അതിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യും. പസിൽസ് അല്ലെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരൊറ്റ തവണ നമ്മൾ ഡീകോഡ് ഒരു 2 മിനിറ്റിനുള്ളിൽ ഡീകോഡ് ചെയ്താൽ 5 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ആദ്യം മിസലേനിയസ് ടോപ്പിക്സ് ആയിട്ടുള്ള സിലോജിസം അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അത് ചെയ്ത് കഴിഞ്ഞ് അത് നെക്സ്റ്റായിട്ട് എന്ത് ചെയ്യുക, പസിൽസിലോട്ട് വരിക. ഓക്കെ, പസിൽസിനും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിനും കൂടി വന്നാൽ ഒരു 2 മിനിറ്റിൽ താഴെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, യൂസ് ചെയ്യാൻ പാടുള്ളൂ. ക്ലർക്കിനാണെങ്കിൽ ഒരു 1.25 മിനിറ്റൊക്കെ എടുക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, എളുപ്പമായിട്ടുള്ള പസിൽസ് ആയിരിക്കും. അപ്പോൾ അത് അത്രയും കുറഞ്ഞ ടൈമിൽ തന്നെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ റീസണിങ്ങിൽ പസിൽസിനൊക്കെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഗൈഡ്ലി എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗൈഡ്ലിയിൽ ഫ്രീ PDFs അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് പോയി സെർച്ച് ചെയ്തെടുക്കാൻ വയ്യ എങ്കിൽ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഓൾറെഡി PDFs ഒക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൽ 50 പസിൽസ്, 50 സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, 50 ഇനീക്വാളിറ്റീസ്, ബ്ലഡ് റിലേഷൻ, അങ്ങനെ കുറേ PDFs അവൈലബിൾ ആണ്. ആ PDFs ഒക്കെ എന്ത് ചെയ്യുക, ഒറ്റ ഇരിപ്പിൽ ചെയ്ത് നോക്കുക. അതായത് ഇപ്പോൾ ഒരു പസിൽസിൻ്റെ ഒരു 50 ക്വസ്റ്റ്യൻസ് ഒറ്റ ഇരിപ്പിൽ തന്നെ ഒരു ആദ്യം ടൈമർ ഇല്ലാണ്ട് ചെയ്ത് നോക്കുക. ചില ഈ ഗൈഡ്ലിയുടെ നമുക്ക് വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടെസ്റ്റായിട്ട് അവൈലബിൾ ആണ്, ക്വിസസ് ആയിട്ട് അവൈലബിൾ ആണ്. അങ്ങനത്തെ ക്വിസസ് ആയിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ആദ്യം ടൈമിന് ഭയങ്കര പ്രശ്നമുള്ളവർ എന്ത് ചെയ്യുക, ആദ്യം വിത്തൗട്ട് ടൈമർ ചെയ്ത് നോക്കുക. അതിനുശേഷം ടൈമർ വെച്ചിട്ട് എന്ത് ചെയ്ത് ആ ടൈം ബൗണ്ടിനുള്ളിൽ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ റീസണിങ്ങിന് വേണ്ടിയിട്ടുള്ള പസിൽസ് ചെയ്യാൻ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ആദ്യം PDF സോഴ്സ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. PDF സോഴ്സസ് ഗൈഡ്ലിയുടെ 50 ക്വസ്റ്റ്യൻസ് എന്നൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതായിരിക്കും. അതല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റാണ് അഡ്ഡയിലെ ക്വിസസ് അവൈലബിൾ ആണ്. ഡെയിലി ബേസിസിൽ എന്നും ക്വിസസ് അവൈലബിൾ ആണ്. ആ ക്വിസസിൽ റീസണിങ്ങിന് വേണ്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ ക്വാണ്ട്സിന് വേണ്ടിയിട്ടുള്ളതും എല്ലാ ക്വിസസും അവൈലബിൾ ആണ്. അതിൽ റീസണിങ്ങിന് വേണ്ടിയിട്ടുള്ള പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും എടുക്കുക, അത് ചെയ്ത് നോക്കുക. അത് ടൈം ബൗണ്ടിനുള്ളിലാണ്, നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റാണ് പ്രാക്ടീസ് മോക്കിൽ മിനി മോക്സ് അവൈലബിൾ ആണ്. മിനി മോക്സിൽ പസിൽസ്, സീറ്റിംഗ്, അങ്ങനെ ഓരോ
ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ ഈ പറഞ്ഞതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. നെക്സ്റ്റാണ് സ്മാർട്ട് കീട. സ്മാർട്ട് കീടയിൽ വെബ്സൈറ്റ് എടുക്കുക. അതിൽ ക്വിസസ് അവൈലബിൾ ആണ്. ക്വിസസ് ആകുമ്പോൾ തന്നെ ആ ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയുമാണ് സ്മാർട്ട് കീട വരെയുള്ള കാര്യങ്ങൾ. ഇതെന്ന് പറയുന്നത് ഇത്രയും ഫ്രീ സോഴ്സസ് ആണ്. അത് നിങ്ങൾക്ക് പെയ്ഡ് സോഴ്സസിലോട്ട് വേണം എന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് മോക്കിലൊക്കെ തന്നെയും സെക്ഷണൽ ടെസ്റ്റുകളും അങ്ങനെയൊക്കെ പെയ്ഡായിട്ട് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്തത് ഗൈഡ്ലിയുടെ അത് മോക്ക് ടെസ്റ്റ് സീരീസാണ്. ഓക്കെ, സെക്ഷണൽ ടെസ്റ്റും അതുപോലെ തന്നെ ഫുൾ ലെങ്ത്തും ഒരു 10 month വാലിഡിറ്റി ഉള്ള ഒരു കോഴ്സാണ്. അത് വളരെ കുറഞ്ഞ റേറ്റിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 10 അതായത് നമ്മുടെ ഇനി വരുന്നുള്ള എക്സാംസിനെല്ലാം കവർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ കിട്ടുന്നതായിരിക്കും. നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഗൈഡ്ലിയിൽ വരുന്നത്. അതിൽ സെക്ഷണൽ ടെസ്റ്റൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ സ്മാർട്ട് കീടയിൽ സ്പീഡ് ഡ്രിൽസ് അവൈലബിൾ ആണ്. അത് ഞാൻ പേഴ്സണലി എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനത് യൂസ് ചെയ്തിട്ടില്ല. ഈ ഗൈഡ്ലിയുടെ മോക്ക് ടെസ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അത് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിലും ക്വിസസ് ധാരാളം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സോഴ്സസ് ആണ് റീസണിങ്ങിൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും ആപ്പ് വെബ്സൈറ്റ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സ്പീഡ് തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.